വാദിയാകാൻ കഴിയില്ല. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥമായ പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിന്റെ നീ വലാത്ത സുബുല്ലദീന യദൂന മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ആളുകൾ കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പ് വരെ ആയിരക്കണക്കിന് ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. വലാത്ത സുബുല്ലദീന യദൂന മിൻ ദൂനില്ല, അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന സന്ദേശമാണ് പരിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഏറ്റവും അവർ ബഹുമാനിക്കുന്ന അവരുടെ രാമായണത്തിലെ വലിയതായ ഒരു ശ്ലോകം അവസാനിക്കുന്നത് ഓം ശാന്തി എന്ന സമാധാനത്തിന്റെ വാക്കുകൊണ്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സുന്ദര സന്ദേശമാണ് ക്രിസ്ത്യാനി ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്ന സമയമാണ്, മദീനയെ ലക്ഷ്യം വെച്ചുകൊണ്ട് സിയാറത്തിന് പോകുന്ന സമയമാണ്. അല്ലാഹു അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം നൽകട്ടെ. നമുക്കൊക്കെ ഒരുപാട് തവണ ഇനിയും മക്കയിൽ പോകാത്ത ആളുകൾക്ക് പോകാനും പോയ ആളുകൾക്ക് ഇനിയും പോകാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അവര് മാലയിട്ട് അവർ ശബരിമലയിലേക്ക് പോകാറുണ്ട്. ആ ശബരിമലയിലേക്ക് പോകുമ്പോ ശബരിമലയിലെ 18-ാം പടി കയറി അവരവിടെ അയ്യപ്പനെ തൊഴുകുമ്പോ അവരുടെ മനസ്സിൽ സമാധാനമാകണമെങ്കിൽ വാവർ സ്വാമിയെ വഴങ്ങിയാലേ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലേ അവരുടെ ആ ചടങ്ങ് പൂർത്തിയാകുകയുള്ളൂ. ആരാണ് വാവർ സ്വാമി? അത് വാവർ വലിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ് വാവർ. ആ വാവരുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചാലേ അയ്യപ്പനെ കണ്ടതിന്റെ പ്രീതി ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ. അതുകൊണ്ട് തന്നെ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇവിടെ അവരുടെ വിവാഹം നടത്തിയപ്പോ ഈ നൂറെ ഹബീബ് മജ്ലിസ് നൽകുന്നത് സ്നേഹ സൗഹാർദ്ദത്തിന്റെ 1000 സന്ദേശങ്ങളാണ്. 1000 നന്മകൾ ചെയ്യുമ്പോ എവിടെയെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ മനുഷ്യരെന്ന നിലക്ക് എന്തെങ്കിലും വീഴ്ചകൾ വരുമ്പോ ആ വീഴ്ചകൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ മജ്ലിസിനെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ആളുകളുണ്ടാകും. അവരോട് പറയട്ടെ, നിങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇവിടുത്തെ സയ്യിദന്മാർക്ക് പ്രശ്നമല്ല. ആയിരക്കണക്കായ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവരുടെ മുമ്പിൽ വരുമ്പോ അവരവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട യതീമുകളായ കഷ്ടത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മക്കളും അവരുടെ ഉമ്മമാരും നമ്മളെല്ലാം കിടന്നുറങ്ങുമ്പോ നട്ടപ്പാതിരാക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ മജ്ലിസിന് നേതൃത്വം നൽകുന്ന സയ്യിദ് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ വിമർശനങ്ങൾ പറയുന്ന ആളുകളുടെ വിമർശനങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി എന്ത് വിമർശനങ്ങൾ വന്നാലും ആ വിമർശനങ്ങൾ മുഴുവൻ പൂമാലകളാക്കി സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മതസൗഹാർദ്ദത്തിന്റെ ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ കേരളക്കാരാണ്. നമ്മുടെ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യം അതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മൈൻ ഹാളിൽ ഒരു അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ടത് സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു. ആ സഹോദരൻ മാൻഹോളിൽ അപകടത്തിൽപ്പെട്ട് ജീവനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത ചായക്കടയില് നൗഷാദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോ ആ ചായ ഗ്ലാസ് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നൗഷാദ് മാൻഹോളിലേക്ക് എടുത്തു ചാടി. ആ സഹോദരനെ രക്ഷിക്കുന്നതിനിടയിൽ നൗഷാദ് മരണപ്പെട്ടു പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നൗഷാദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവനക്ക് കുടുംബമുണ്ട്. ഓട്ടോ ഡ്രൈവറായ നൗഷാദ് മരണപ്പെട്ടപ്പോ അവന്റെ കുടുംബം പട്ടിണിയിലായി. ആ സമയത്ത് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് കേരളത്തിലെ ബി ഗാർഡിന്റെ മുതലാളിയായ കൊച്ചൗസേപ്പിച്ചിറ്റിലപ്പള്ളിയാണ്. അപകടത്തിൽപ്പെട്ടത് ഹിന്ദു അവനെ സഹായിക്കാൻ പോയെന്ന്
മുസ്ലിം അവനെ രക്ഷിക്കാൻ വേണ്ടി, അവന്റെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി വന്നത് ക്രിസ്ത്യാനി. ഇത് കേരളത്തിന്റെ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ടവന് അവന്റെ മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ നൂറെ ഹബീബ് കുടുംബം മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള